എന്തൊക്കെയായാലും എന്റെ ഫസ്റ്റ് വ്ളോഗ് എന്തായാലും പിള്ളേരെ ഇന്ന് കളി കാണാൻ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ ഷാൻകുട്ടനൊക്കെ ഉണ്ട്. ഷാൻകുട്ടാ പറയണ്ട, സൂരജ് എന്ത് പേരൊന്നും പറയണ്ട. അപ്പൊ എന്തൊക്കെയാലും ഇമാരെ കളിയൊക്കെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നൊക്കെ. മരാണ്ട് മത്സര കളി ഏതാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ട്. അപ്പൊ എന്തൊക്കെയായാലും അടാ ബെസ്റ്റ് പ്ലെയർ ആദിലുണ്ട് ഇവിടെ. ആദിൽ കുക്കു അണ്ണന്റെ ഏറ്റവും നല്ല ജേഴ്സി ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. പിന്നെ മികച്ച പണ്ട് ഷാമുക്ക എന്ന് പറയുന്നൊരു പ്ലെയർ ഉണ്ടായിരുന്നു. അതിന്റെ 2ാം പതിപ്പാണ്ട് പോകണ്ടാണ്ട് നിൽക്കുന്നത് 2ാം പതിപ്പ്. എന്തൊക്കെയാലും ഇവരുടെ കളിയൊന്ന് നോക്കാം. ഓക്കെ എല്ലാം റെഡിയല്ലേ? റെഡിയല്ലേ? കളിയാണ് തുടങ്ങാൻ വേണ്ടിയൊക്കെ പോവാ. അപ്പം 2 ടീമൊക്കെ ആവുന്നുണ്ട് ഉമാര്. രണ്ട് ടീമാ വേഗം 2 ടീമാവും. നിമാരാരൊക്കെ ടീം? ആദിലും പിന്നെ അണ്ടർ മികച്ച പ്ലെയർ. പണ്ട് ഇവിടെ ഭയങ്കര ഇത് കൊണ്ടുവന്ന മികച്ച പ്ലെയർ ആണ് അണ്ടർഷാൻ. ഒരു ഹായ് കൊടുക്കുക വ്ളോഗില്. അതെ അണ്ടർഷാൻ. അപ്പൊ എന്തൊക്കെയാലും കളി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ 2-3 ടീമിനെയൊക്കെ പരിചയപ്പെടുത്തു. ഞാൻ തോന്നുന്നു ആ ടീമിനെ പരിചയപ്പെടുത്തു. ആരൊക്കെയാ നിമാരാരൊക്കെയാ? എല്ലാം തോലും. ഓക്കെ അടുത്ത ടീമിന്റെ ക്യാപ്റ്റൻ ആരാ? അടുത്ത ടീമിന്റെ അണ്ടർഷാൻ അല്ല ആദിൽ എന്നാണ് ഞാൻ പറയുന്നത്. കാർത്തി ടീമിനെ പറ. സൂരജ് ആടാ. സൂരജ് മികച്ച MFC ആണ്ട. ആദില് പിന്നെ ആണ്ട. ഇതാണ് ഞങ്ങളുടെ മികച്ച പ്ലെയർ. പിന്നെ പണ്ട് കാല് ചെയ്യാതെ മാറിയിരിക്കുന്ന ഒരു പ്ലെയർ ആയത്. അപ്പൊ എന്തൊക്കെയാലും നിങ്ങളുടെ കളി ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നൊക്കെ. 2 ടീമായ കളി ഓരോ കളിയൊക്കെ നോക്കട്ടെ എങ്ങനെയാണ്. മൊത്തം എത്ര മിനിറ്റ്? നിമാർക്ക് എത്ര മിനിറ്റ് മൊത്തം വേണ്ട? 4-4 മൊത്തം 4-4. 10 മിനിറ്റ് നോക്കുമ്പോ 10 മിനിറ്റ് ഒക്കെ ബ്ലോയിനകത്ത്. ഓക്കെ 10 മിനിറ്റ് മൊത്തം 3 മിനിറ്റ്. ഗോൾ ജയിക്കുന്നവർക്ക് എന്തോ കൊടുക്കണോ? എന്റെ 100 രൂപ തരാമോ? ഒന്ന് പിച്ച് വെച്ച് ചേർത്ത. ഓക്കെ നിമാർക്ക് എന്ത് വേണ്ട ജയിക്കുമ്പോ? എന്തൊക്കെ വേണ്ട? നിമാർക്ക് ഇത്രയും വെള്ളം വേണമെന്ന് പറയുന്ന. ജയിക്കുന്ന ടീമിന് വെള്ളമല്ല, നമുക്ക് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടില്ല വീട്ടില്. ഓക്കെ എന്തൊക്കെയാലും ഇഷ്ടംപോലെ വെള്ളം ഉണ്ട്. ആ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തുതരാം. ഓക്കെ എന്തൊക്കെയാലും കളി നോക്കട്ടെ എങ്ങനെ ഉണ്ടോ നിമാരൊക്കെ. അപ്പൊ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. ബാ ഗൈസ്. അപ്പം കളി വരും തുടങ്ങുന്ന നേരം. ഗൈസ് എൻ്റെ പ്ലേയേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. പ്ലേയേഴ്സൊക്കെ ഇവിടെ എല്ലാം ഉണ്ട്. പ്ലേയേഴ്സൊക്കെ ഉണ്ട്. എൻ്റെ ക്യാമറ പിന്നിൽ പ്രവേശിച്ച സുധീർ കുന്നുംപറമ്പിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇവരുടെ കളി കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ ടൈം ഇമാർ 2 ഗോളിനാണ് കളിച്ചോ. 2 ഗോളിനാണ് കളിക്കുന്നത്. 2 ഗോൾ. കളി കേട്ടോ കളി. എന്തായാലും ഇമാർ വിളിച്ചോണ്ട് മാത്രം വന്നു. വ്ളോഗ് ഫസ്റ്റ് വ്ളോഗാണിത്. എന്തെങ്കിലും ഫസ്റ്റ് വ്ളോഗ് നമ്മുടെ മലയിൽ തന്നെ വെച്ചെങ്കിൽ തുടങ്ങാൻ വേണ്ടി ഒന്ന് പറഞ്ഞാൽ വേണ്ട. നോക്കാം. തുടങ്ങിക്കോ. സ്റ്റാർട്ട്. ഫസ്റ്റ് ഗോൾ. സെലിബ്രേഷൻ എന്ത് പറഞ്ഞ കാണിക്കുന്നത്? ഷാൻകുട്ടന്റെ സെലിബ്രേഷൻ കണ്ടായിരുന്നു. അപ്പം എന്തൊക്കെയാലും ഇമാര് തിരിച്ചടിക്കണൊക്കെ. അങ്ങനെയെങ്കിലും ഇമാര് തിരിച്ചടി. ഞാനാണ് തിരിച്ചടിക്കാൻ പോകും. അനക്കാ ഞാൻ തിരിച്ചടി. വേണ്ട അടുത്ത ഗോൾ വെക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു. ഗോൾ അടിച്ചാൽ പറഞ്ഞില്ലേ ഇവന് ഭയങ്കര പ്ലെയർ ആണ്. കാരണം നോക്ക് നല്ല കിടിലം പ്ലെയർ. ഒന്ന് നോക്ക് ഫ്രെയിം നോക്കുമാനാ. ഓക്കെ കിടിലം പ്ലെയർ ആണ്. നിന്റെ പേരൊന്ന് പറഞ്ഞേക്ക. അതിൽ കുന്നിൽപ്പറമ്പ്. ഓക്കെ 1-1 ആയിട്ടുണ്ട്. ഇനി 2 ഗോൾ. ആരാ? 1 ഗോളും കൂടെ അടിച്ചാൽ ജയിക്കുക. 1 ഗോളും കൂടെ അടിച്ചാ ഓണ്ട അടിച്ചൊക്കെ ഇടുന്നു. ഒരുത്തന്നെ ഓണ്ട അടിച്ചൊക്കെ ഇടുന്നു. എന്തെങ്കിലും 1 ഗോളും കൂടെ അടിച്ചാൽ ജയിക്കുകയാണ്. ഓണ്ട ചുമ്മാ ഇല്ല കണ്ടത്തി അടിച്ചളയുന്നുണ്ട്. കാർത്തി അടിച്ചളയുന്ന. അപ്പം അതെ ഗൈസ് കുത്തിയൊക്കെ ഇടുന്നു. ഷാമുക്കാട് അതേ പകർപ്പാണ് ഈ ചെറുക്കൻ കാണിക്കുന്നത്. കുത്തിയൊക്കെ ഇടുന്നു ഗൈസ്. കുത്തി ഉരുട്ടി വെച്ച് കൊടുക്കും. കളിയൊക്കെ ആകുമ്പോൾ നല്ല പ്ലെയർ ആയിട്ട് ഇരിക്കണം. ഓക്കെ കളി നിരീക്ഷിക്കുന്ന സുധീർ വേദിയിലുണ്ട്. അടുത്ത ഗോൾ അടിക്കുമ്പോൾ പറഞ്ഞാണ് ഇരിക്കുന്നത്.
2 ഗോൾ അടിച്ചാണ് ജയിച്ച. സെലിമോനെ കോടി കിടക്കല്ലേ. ഓക്കെ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ 2 ഗോൾ അടിച്ചാൽ എന്താണ് പറയാനുള്ളത് എനിക്ക്? 4 ഗോളിനൊന്നുമല്ല, 2 ഗോളിനാണ്. അപ്പം എല്ലാവരും നിന്ന വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും നിൽക്കുക. അപ്പം നിക്ക്. അപ്പൊ ഗായ്സ്, അപ്പം വീഡിയോ ഇത്ര ഉള്ളു. അപ്പൊ എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.